പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ, വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ജോഷുവയും പ്രവാസ സമൂഹവും വാഗ്ദാന നാട് പ്രവേശിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അതിമനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. അവിടെ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിലെ ഒഴുകുന്ന ഒരു നദി ജോർദാനാണ്. ജോർദാൻ നദിയുടെ പശ്ചാത്തലത്തിലാണ് വാഗ്ദാന നാട് പ്രവേശിക്കേണ്ടത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. എന്താണെന്നറിയാമോ? ജോർദാൻ നദി എങ്ങനെയാണ്? കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകയായിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി.
യോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കൊയ്ത്ത് കാലമാണ്, ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതീകം ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ ഉടനീളമുണ്ട്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞ എന്താണ്? അതും ഈ വിപ്രവാസികൾ വാഗ്ദാനം പ്രാപിക്കുന്ന പോംവഴികളാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുക ആവശ്യമായിരുന്നില്ല. ഈ വചനത്തിൻ്റെ കൂടെ ജോർദാൻ വറ്റിച്ച് കടന്നു പോകുന്ന വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന ആ ചരിത്ര മുഹൂർത്തമാണ് നിത്യരക്ഷക ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക ആവശ്യമായിരുന്നില്ല. അപ്പോൾ സഹനത്തിൻ്റെ ജോർദാൻ കടന്നാണ്. പക്ഷെ സഹനത്തിൻ്റെ ജോർദാൻ കടക്കുമ്പോഴേ ഈ ഏത് കരകവിഞ്ഞൊഴുകുന്ന ജലത്തെയും നിശ്ചലമാക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതെന്താണ്? വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതന്മാർ ജോർദാൻ കടന്നുപോയ പുരോഹിതന്മാരുടെ തോളിലിരുന്ന വാഗ്ദാന പേടകമാണ്. ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പിന്നെ ജോഷുവ എല്ലാം മോസസ് പറഞ്ഞത്. ഇവർ വാഗ്ദാന പേടകം ചുമക്കുന്നവരും ഇവർ വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നവരുമാണ്. ഇവർ ഡെയിലി ബേജസുകാരല്ലെന്നാണ് മോസസ് പറഞ്ഞത്. അഹ്റോൻ, നിനക്ക് ഇസ്രയേലിൽ അവകാശമില്ല, കർത്താവിനെ ചുമക്കുന്നവന് കർത്താവ് തന്നെയാണ് അവകാശം എന്നൊക്കെ പറയണില്ലേ. അതാണ് സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ലബന ഉടമ്പടിയായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് കർത്താവായിരിക്കും ഇവിടെ അവകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് എന്താ പറയണത്? സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണം. സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണത് അത് വറ്റിക്കണത് എങ്ങനെയാണ്? നീ സമുദ്രത്തിലൂടെ നടക്കും, നീ നദിയിലൂടെ നടക്കും, നദി നിന്നെ വിഴുങ്ങത്തില്ല. ഏശയ്യാ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് വരുന്ന വിഷയമേ, നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ലെന്ന്. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണത്. ഞാനെന്ന് പറയുന്നത് ആരാണ്? വാഗ്ദാന പേടകമായ പഴയ, അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൻ്റെ ഓരോ താളുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ടും ഒരു സഹനത്തിന് നദി കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനെ ചുമന്നുകൊണ്ട് നടന്ന് അത് വറ്റിച്ച് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടതും ഇതെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക്ഡാണ്. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ എൻ്റെ അർത്ഥം, മിശിഹ ഇത് സഹിച്ച് കൊയ്ത്തുകാലമായിരുന്നാൽ
യോർദാൻ കരകവിഞ്ഞൊഴുകി. പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ കാലുകൾ നദിയിൽ ചവിട്ടിയപ്പോഴും യോർദാൻ വറ്റി. അവർ അതാ സഹനത്തിലെ നദിയുടെ അക്കരയ്ക്ക് വാഗ്ദാന നാട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പെസഹായുടെ ഒരു നിഴൽ രൂപങ്ങൾ ഇങ്ങനെ മുഴുവൻ, പെസഹ നിഴലില്ലാത്ത, വാട്ടർമാർക്കില്ലാത്ത ബൈബിൾ ഒരു പേജ് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ അവസാന ഈശോ പറയലേ എല്ലാം പൂർത്തിയായെന്ന്. അതുപോലെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബൈബിൾ അറിയാവുന്നതിന് കണ്ണ് നിറയും. കാര്യം എന്തൊക്കെയാണ് പൂർത്തിയായെന്നറിയാമല്ലോ. പഴയ ബൈബിളിൻ്റെ ഓരോ പേജുകളിലും പെസഹായുടെ വാട്ടർമാർക്ക്, ജലമുദ്ര കിടപ്പുണ്ട്. എല്ലാം എഴുതപ്പെട്ടിരിക്കണത് എന്തിനാ? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയും അതിൻ്റെ പരിപൂർണമായ വിജയമാകുന്ന സ്വർഗീയ ജെറുസലേമിലേക്ക് മനുഷ്യരാശിയുടെ കൂടെ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ മർമ്മപ്രധാനത്തെ ഭാഗമാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിന് 5 മിനിറ്റ് മുമ്പ് ഈശോ പറയും, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എവരി പേജ് wherever it is stated that Jesus is the Redeemer, it is accomplished. എവിടെയാണ് കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ നാടകീയ രൂപങ്ങൾ, അതിൻ്റെ കഥാരൂപങ്ങൾ, അതിൻ്റെ കവിതാ പ്രേരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ ഉപന്യാസങ്ങൾ എല്ലാം ഇതെല്ലാം തന്നെയല്ലേ ബൈബിള്. മിശിഹാ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? രക്ഷ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലെല്ലാം കുരിശിൻ്റെ വഴിയും നഗരി കാണിക്കലും. ഒരു വായനയുടെ അപ്പുറത്ത്, അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് സഭയിൽ നഗരി കാണിക്കലും അതുപോലെ തന്നെ കാല് കഴുകലും അപ്പം അന്ത്യത്താഴ ബലിയും ഇതെല്ലാം ഒരു സിംഗിൾ ഫങ്ഷനാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒറ്റ വാക്കിലാണ്, ഇറ്റ് ഈസ് അക്ലംപിസ്റ്റ്. ഇത് മാത്രമല്ല സിംഗിൾ ഫങ്ഷൻ. ബൈബിൾ ഇത് ആരംഭിച്ചത് തൊട്ട് അവസാനം വരെ എല്ലാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവകാര്യങ്ങളൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു രഹസ്യം, ദൈവിക രഹസ്യം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ ലയിച്ച്, ദൈവത്തിൻ്റെ കൂടെ ഹൃദയത്തെ ആന്തരികമായ ഒരു അഭിഷേകാനന്ദം അനുഭവിക്കുന്ന രീതിയിൽ വേണം ഈ കാണിക്കുന്ന നിശബ്ദത കീപ്പ് ചെയ്യാൻ. തീർത്ഥാടനങ്ങൾക്ക് പോകണമല്ല. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ഒറ്റ മിനിസ്ട്രി പോലെ ഇത് വലിയ ബുധനാഴ്ച തൊട്ട് വലിയ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എല്ലാ ശുശ്രൂഷയും കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം. ചിലർ ദീർഘദൂര കുരിശിൻ്റെ വഴികൾ നടത്തും. എന്നിട്ട് ഇടവകയിലെ ശുശ്രൂഷകൾ അത്ര വലിയ കാര്യമാക്കത്തില്ല. അത് ഒരു മരമണ്ടത്തരമാണ്. കുരിശിൻ്റെ വഴികളും ആരാധനാക്രമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സഭയുടെ ആരാധനാക്രമം എക്സ്ട്രാ ആയിട്ട് ഇടയ്ക്ക് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലിറ്റർജി അല്ല, ഒരു പാരൽ ലിറ്റർജിയാണ്. അത് ചെയ്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലെ ശുശ്രൂഷകൾ, പാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്ന ശുശ്രൂഷകളെ നിങ്ങളൊരിക്കലും ചെറുതായിട്ട് കാണുകയോ ഇതെന്ത് ഞങ്ങളിങ്ങനെ മലകയറി പോയപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞ് ഇതെന്തെന്ന് പറയാം. അങ്ങനെയല്ല. നിങ്ങൾ കഴിച്ച സഹനങ്ങളല്ല, നടപ്പല്ല പ്രശ്നം. വിശ്വാസത്തിന് മഹാരഹസ്യം അടയാളം അനുഷ്ഠിക്കുമ്പോൾ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ആത്മബന്ധമാണ് പ്രശ്നം, ആത്മൈക്യം. അപ്പം നല്ല ഒരു പെസഹ നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 50,000 വരുമാനമായില്ല, 10,000 വരുമാനമാണെങ്കിൽ അടുത്ത മാസം 20,000 സേവ് ചെയ്യണം. അതിൻ്റെ അടുത്ത മാസം 40,000 സേവ് ചെയ്യണം. ഒരു വീട് ദൈവം തന്ന്, അത് ഓടിട്ട വീടാണ്, ഫസ്റ്റ് ഫ്ലോറോട് കെട്ടണം, അതാണ് ആഗ്രഹം. അപ്പോൾ അത് കൂട്ടുകാരി അല്ല പരിചയമുള്ളവർ കെട്ടിക്കഴിഞ്ഞാൽ ബന്ധുക്കാർ കെട്ടിയ സങ്കടമാണ്. എൻ്റെ ആഗ്രഹം നടന്നില്ല. ഇതൊക്കെ സങ്കടം അകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പുറമേ കാണിക്കില്ല, പക്ഷെ സങ്കടം കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങളിനാണ് സങ്കടമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ വേണം, ഈ ജോലി തന്നെ വേണം, അത് കിട്ടിയില്ല, നടന്നില്ല, സങ്കടം. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും സങ്കടം കൂട്ടുകാരിക്ക് അത് കിട്ടുമ്പോൾ അതിനേക്കാളും സങ്കടം. അടുത്തുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സങ്കടം. അടുത്തുള്ളവർ അതേപോലെ ആരും എന്നെ അവമാനിക്കരുത്, എന്നെ പുകഴ്ത്തി തന്നെ പറയണം ആരെങ്കിലും. അപ്പോൾ ഇതാണ് ആഗ്രഹം. എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണം, എന്നെക്കുറിച്ച് ആരും തെറ്റ് പറയരുത്, കുറ്റം പറയരുത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ സങ്കടമായി. അയൽക്കാരൻ അതിർത്തി മാന്തി ഇച്ചിരി ഇപ്പുറത്ത് കിട്ടിയ സങ്കടം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കംഫർട്ട് സോണിലായിരിക്കണം, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എൻ്റെ ഇതിലേക്ക് വരരുത്. വഴി അടച്ചു വെച്ച സങ്കടമാണ്. എൻ്റെ വഴി അടയ്ക്കരുത് എന്ന് ആഗ്രഹമുണ്ട്. എന്നെ ആരും ഉപദ്രവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ആഗ്രഹത്തിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് സങ്കടങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യണത്. ആക്രമിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയണം, മനസ്സിലാകണ്ട. അപ്പോൾ ഇത് ചെയ്യേണ്ട ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ജെറമ്യാ 29:11 ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്, പദ്ധതിയുണ്ട്, തിരുമനസ്സുണ്ട്, അത് നിൻ്റെ നന്മയ്ക്കാണ്, ഒരിക്കലും നാശത്തിലാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തോട് പറയണം, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നില്ല, ദൈവം ജയിപ്പിക്കുന്ന. ഹല്ലേലൂയ. അതിന് ചെയ്യേണ്ടത് ജെറമ്യാ 29:12 ദൈവം തന്നെ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുക നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, നീ എന്നോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് ഈശോ ലൂക്ക 11:2 ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞത് എന്താ? നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗം ആരാണ്? ദൈവമാണ്. ഭൂമി ആരാണ്? നമ്മളാണ് ഭൂമി. നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും ആകണേ എന്ന് പറഞ്ഞാൽ സ്വർഗം ആരാ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലും ആകണേ. ഈശോ അത് പഠിപ്പിച്ച, ടെക്നിക്കലി പക്കയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ജെറമ്യാ 29:12 കൃത്യമായിട്ട് പറയേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം. ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അത് ബോധ്യമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ബോധ്യത്തോടെ എങ്ങനെയാണ് നിൽക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം പറയുകയാണ്,
എടാ നിനക്ക് മുൻകൂട്ടി പറയുകയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നീ കച്ചവടം ചെയ്യല്ലേ, ഞാൻ അനുവദിച്ച് കൊടുക്കാൻ പോവുകയാണേ, ഈ കച്ചവടം പൊളിയുക, ഇന്നൊരു നഷ്ടം വരും, ഇന്ന് ലാഭം ഉണ്ടാകില്ല, അതെൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും, കൈ പിടിച്ചോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ നിങ്ങളെ കച്ചവടത്തിൽ പറ്റിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ടെൻഷനാവുക. ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുക, ഇതെൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ മകനെ നിൻ്റെ മകൾക്ക് OET എഴുതിയിട്ടില്ലേ, ഇപ്രാവശ്യം ഞാൻ ഫെയിലാക്കാൻ പോവുകയാണ്, കിട്ടില്ല, അതെൻ്റെ ഇഷ്ടമാണ്. ഇത് ദൈവം പറയുകയാണ്. ഇസ് ദി ലോർഡ്. പോയി എക്സാം എഴുതി ഫെയിലായാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരുക, സങ്കടം വരുക. ദൈവം അതിൻ്റെ കൂടെ വാഗ്ദാനം പറഞ്ഞിരിക്കുക. 2 വാഗ്ദാനങ്ങളാണ്. ജെറമ്യ 29:11. എൻ്റെ ഇഷ്ടം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഇതിങ്ങനെയാണ് ചെവിയിൽ കേൾക്കേണ്ടത്. ഭർത്താവ് നിന്നെ അന്വേഷിക്കില്ല കേട്ടാ, അതെൻ്റെ ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ കാരണം പിന്നെ പറയും, ദൈവം പറയും. ഭർത്താവ് നിന്നെ അന്വേഷിക്കൊന്നുമില്ല, നീ പറഞ്ഞൊന്നും അംഗീകരിക്കില്ല, നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണേ, അപ്പോൾ നീ ടെൻഷൻ അടിക്കരുത്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് ഇത് പ്രതീക്ഷിച്ചിരുന്ന് എന്ത് സംഭവിച്ചാലും ഇത് ദൈവമല്ലേ ചെയ്യിപ്പിക്കുന്നത്, ടെൻഷൻ വരുവാ. നിങ്ങളുടെ കാര്യം അതേപോലെ, മക്കൾ എന്തു പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കില്ല, മൊബൈലും വെച്ചിങ്ങനെയിരിക്കുക. അത് ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞാനിവിടെ ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട. സങ്കടം വരുവാ ജീവിതത്തിൽ. നീ എത്ര ശ്രമിച്ചാലും ഈ വീടിൻ്റെ കടം തീരില്ല, ഈ വീട് ജപ്തായി പോവേ. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ പദ്ധതിയാണ്, എൻ്റെ പദ്ധതിയാണ്, നീ വിഷമിക്കരുതേ. ഇന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പദ്ധതിയാണ്. വീട് ജപ്തി എൻ്റെ ദൈവം പറയുക, നീ പുറത്ത് റോട്ടിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാനത് കൂടെ കിടക്കും, നീ വിഷമിക്കേണ്ട, ഞാനല്ലേ ഉള്ളത് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ സങ്കടം വരുവാ. പ്രൈസ് ദി ലോർഡ്. സങ്കടം വരുവാ. നീ ഇന്ന് കല്യാണത്തിന് പോയാ, ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, 4 പേരുടെ മുമ്പ് വെച്ച് നിന്നെ മോശമായിട്ട് സംസാരിക്കും, നിന്നെ ബഹുമാനിക്കുകയില്ല, നീ ചെയ്യാത്തൊക്കെ പറയും, നീ മിണ്ടരുത്, പോന്നേക്ക്, ഞാനല്ലേ അനുവദിച്ചു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതെല്ലാം നമ്മൾ അറിയണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുൻകൂട്ടി ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. സങ്കടം ജീവിതത്തിൽ വരുവാ. പ്രൈസ് ദി ലോർഡ്. ഇത് തനിയെ സംഭവിക്കുകയാണ്. എൻ്റെ അധികാരം എൻ്റെ മുകളിലാണ്, എൻ്റെ ഇഷ്ടമാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമായിട്ട് മാറിയ. അങ്ങനെ സങ്കടത്തെ എടുത്ത് ഇങ്ങനെ കരച്ചിൽ, ബഹളം, പ്രാർത്ഥിക്കില്ല, ഇതാ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുക, ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ എന്നിൽ മാത്രം ആശ്രയിക്കാൻ, എന്നാലേ എനിക്ക് നിന്നെ ഉയർത്താൻ പറ്റൂ, എൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 5:7 തളർവാദ രോഗിയെ ദൈവം സൗഖ്യപ്പെടുത്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ എത്ര കൊല്ലത്തിന് ശേഷമാണ്? 38 കൊല്ലം. ബൈബിൾ വായിക്കണം. യോഹന്നാൻ 5:7 നമ്മൾ കേട്ടിട്ടുള്ളതായത്, കുറേ കേട്ടിട്ടുള്ള. ബെത്സൈദ കുളത്തിൽ കിടക്കണ, കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയെ ദൈവം 38 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ പോയി സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവൻ കടന്ന് അടുത്ത ദിവസം സൗഖ്യപ്പെടുത്തായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ കുറേ പേര് 38 കൊല്ലമായിട്ട് സൗഖ്യം പ്രാപിക്കാതെ കിടക്കുക. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും 2 ദിവസം 3 ദിവസം 4 ദിവസത്തിൽ സൗഖ്യപ്പെടുത്താം. ഇല്ല, അന്ന് തന്നെ സൗഖ്യപ്പെടുത്താം. ദൈവം എന്താ സാഡിസ്റ്റാണോ? ഇല്ല, ഞാൻ 50 കൊല്ലം എടുക്കില്ല, 30 കൊല്ലം നീ അനുഭവിക്കുക, അത് കഴിഞ്ഞാൽ ഞാൻ സൗഖ്യപ്പെടുത്തുമെന്ന് ദൈവം പറയുക. ഇല്ല, 38 കൊല്ലം എന്താ എടുത്തത്? 38 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം മാറിയത്. എന്നെ കുളത്തിൽ ഇറക്കാനോ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അവനങ്ങനെയാണ് പറഞ്ഞത്. ആരും ഇല്ലെന്നുള്ളൊരു ബോധ്യം നമുക്ക് വെന്നം. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് നീയില്ലാതെ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ആശ്രയം. ആരുമില്ല. അതാണ് എളിമപ്പെടൽ. എളിമപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എളിമപ്പെടുന്നത്. നമ്മളുടെ ശക്തിയെ ആശ്രയിക്കുന്നത് അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 പത്രോസ് 5:5 പറയുന്നത് അഹങ്കാരികളെ ദൈവം വെറുക്കും, ആശ്രയിക്കുന്നവർക്ക് ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി കൃപയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കണം. ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ദൈവം ചെയ്തു തരും. വിചാരിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് സാധിക്കാമെന്ന്. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ റോമ 8:28 പരിശുദ്ധാത്മാവ് വാഗ്ദാനമുണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഞാൻ മാറ്റുമെന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് ഒരാളെ അവമാനിച്ചതും